മഹോത്സവ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് പൂന്താനം ദിനാചരണവുമാണ്. പൂന്താനവും ജ്ഞാനപ്പാനയും എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം ചെയ്യുന്നു. പ്രഭാഷകൻ ശ്രീ PS കർത്ത പ്രഭാഷണം ആരംഭിക്കുന്നു. गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः. श्री गणेशाय नमः. कृष्ण कृष्ण मुकुंद जनार्दन कृष्ण गोविंद नारायण हरे अच्युतानंद गोविंद माधव सच्चिदानंद नारायण हरे. गुरुनाथन തുണചൈക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിഞ്ഞാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ നരജന്മം സഫലമാക്കിയിടുവാൻ. എല്ലാവർക്കും നമസ്കാരം. ജ്ഞാനപ്പാനയുടെ ഈ ആദ്യത്തെ 4 വരിയിൽ തന്നെ ജ്ഞാനപ്പാനയുടെ സാരാംശം അടങ്ങിയിട്ടുണ്ട്. അത് പൂന്താനം വീണ്ടും അടുത്ത ഓരോരോ വരികളിൽ വിശദീകരിച്ച് പോകുന്നുണ്ട്. സമകാലീന പ്രാധാന്യമുള്ള ഓരോ കാര്യങ്ങളും ഓരോ വരിയിലും നമുക്ക് കാണാം. അങ്ങനെ പോകുന്ന വരിയിൽ പൂന്താനം തന്നെ എഴുതിയിട്ടുണ്ട്, കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളുന്നു. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കിയത് പൂന്താനത്തിൻ്റെ ജന്മദിനം കുംഭമാസത്തിൽ അശ്വതി നക്ഷത്രമാണ്. പൂന്താനത്തെ കുറിച്ച് വേറെ അധികം വിവരണങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. പൂന്താനത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതറിയില്ല. പൂന്താനം അദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേരാണ് പൂന്താനം. ഇന്ന് ആ പ്രദേശം അറിയപ്പെടുന്നത് പൂന്താനം എന്ന പേരിലാണ്. ഈ പൂന്താനം എന്ന് പറഞ്ഞ ഇല്ലം ഇന്ന് മലപ്പുറം ജില്ലയിലാണുള്ളത്. പണ്ട് വള്ളുവനാട് ദേശത്തിൻ്റെ ദേശദേവതയായ തിരുമാന്താംകുന്നിലമ്മയുടെ സൗദത്തിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം വടക്കോട്ട് പോകുമ്പോൾ നിലമ്പൂർ വഴിയിലാണ്, നിലമ്പൂർ പോകുന്ന വഴിയിൽ കീഴാറ്റൂർ എന്ന സ്ഥലമുണ്ട്. കീഴാറ്റൂർ എന്നുള്ള ദേശമുണ്ട്. ആ ദേശത്താണ് പൂന്താനത്തിൻ്റെ ഇല്ലം. ഭാഗ്യം കൊണ്ട് എനിക്ക് അവിടെ പോകാൻ സാധിച്ചിട്ടുണ്ട്. പൂന്താനത്തിൻ്റെ ഇല്ലം ഇന്നും ഗുരുവായൂർ ദിവസം നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്നു. ഒരുപാട് കേടുപാടുകളൊക്കെ തീർത്ത് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പോകണം, അവിടെ കാണേണ്ട കാഴ്ചയാണ്. പൂന്താനം ശ്രീകൃഷ്ണനെ ഭജിച്ചതും ശ്രീകൃഷ്ണൻ അവിടെ വന്നതും പൂന്താനത്തെ കൊണ്ട് സ്വർഗാരോഹണം നടത്തിയതുമായിട്ടുള്ള ആ ഇല്ലം നമുക്ക് പോയി കാണാം. രാവിലെയും വൈകിട്ടും അവിടെ ഉച്ചഭാഷണിയുടെ ജ്ഞാനപ്പാനയും കേൾക്കാം. അങ്ങനെ ഇല്ലത്തിൻ്റെ പേരായ പൂന്താനം ആ നാടിൻ്റെ പേരായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്. അതാണ് ഈ വള്ളുവനാട്ടിലെ ദേശദേവതയായ തിരുമാന്താംകുന്നിലമ്മയുടെ സ്വാധീനം കൊണ്ടാവാം അദ്ദേഹം ഉണ്ടാക്കിയ കൃതിക്ക് ജ്ഞാനപ്പാന എന്നാണ് പേര് കൊടുത്തത്. ഈ പാന എന്നുള്ളത് ഒരു ഭദ്രകാളി സമ്പ്രദായത്തിലുള്ള രീതിയാണ്. സാധാരണ ഒരു ശ്രീകൃഷ്ണനെ ഉള്ളിൽ ഭജിച്ചുകൊണ്ട് എഴുതിയ ഒരു കീർത്തനത്തിന് എന്തുകൊണ്ടാണ് പാന എന്നുള്ളൊരു ഇത് വന്നതെന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. പിന്നെ പാന എന്ന് വെച്ചാൽ ഒരു രാഗം, ഈണം എന്നൊക്കെ ഒരു അർത്ഥം കൊടുക്കാവുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ ഒരു പാന എന്ന് അങ്ങ് ധരിക്കാം. അപ്പോൾ പൂന്താനം ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു. അക്കാലത്ത് ചില ബ്രാഹ്മണ കുടുംബത്തിൽ തന്നെയുള്ള ചില ബ്രാഹ്മണ വിഭാഗത്തിലുള്ള ചില വിഭാഗങ്ങൾക്ക് മാത്രമേ
ഉപനിഷത്തുകൾ, വേദങ്ങൾ, പുരാണങ്ങൾ ഇതൊക്കെ പഠിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ അർഹരായിരുന്നുള്ളൂ. അപ്പോൾ പൂന്താനത്തിന് അതിന് അർഹനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൂന്താനത്തിന് അത്രയധികം വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പക്ഷെ തികഞ്ഞൊരു വിഷ്ണുഭക്തനായിരുന്നു. തിരുമാന്താനന്ദലമ്മയുടെ സ്മൃതത്തിലാണ് ജീവിച്ചതെങ്കിലും തികഞ്ഞൊരു വിഷ്ണുഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേടി കഴിഞ്ഞു. വളരെ നാളെ കാത്തിരുന്നിട്ടാണ് അദ്ദേഹത്തിന് 2 ഉണ്ണികളുണ്ടായിരുന്നത്. ഒന്നല്ല, 2 ഉണ്ണികളുണ്ടായിട്ടുണ്ട്. ഈ ഒരു ഉണ്ണി ജനിച്ച അന്ന് തന്നെ മരിച്ചുപോയി. രണ്ടാമത്തെ ഉണ്ണി അതിൻ്റെ ചോറൂണ് ദിവസം ആണ് മരിച്ചത്. അക്കാലത്ത് ഇത് നമുക്കൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ ഉണ്ണി ഉണ്ടായാലും നമ്മളത് ആഘോഷപൂർവ്വം അതിൻ്റെ ഓരോ ചടങ്ങുകളും കൊണ്ടാടും അല്ലേ. അപ്പം അങ്ങനെ ഇതിൻ്റെ ചോറൂണ് ദിവസം വളരെ ആഘോഷമായിട്ട് എല്ലാവരും വിളിച്ചൊരു സദ്യയൊക്കെ അറേഞ്ച് ചെയ്തു. ഈ സദ്യക്ക് വരുമ്പോൾ അന്നത്തെ കാലത്ത് വരുന്നവർക്ക് എല്ലാവർക്കും വസ്ത്രം കൊടുക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അന്നത്തെ ചടങ്ങാണ്. അങ്ങനെ വന്നവർക്കൊക്കെ വസ്ത്രം കൊടുത്തു. അപ്പോൾ രാത്രിയിലായിരുന്നു ഈ ചടങ്ങ്. ഈ വസ്ത്രം കിട്ടിയാൽ മാത്രമേ അത് ഉടുത്തിരുന്ന മുഷിഞ്ഞതും അല്ലെങ്കിൽ കീറിയതാണെന്ന് അറിയില്ല, മുഷിഞ്ഞ വസ്ത്രങ്ങളെന്നാണ് പറഞ്ഞത്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവർ വലിച്ചെറിഞ്ഞപ്പോൾ ഇത് പോയി വീണത് കുട്ടിയുടെ ദേഹത്താണ്. അടുത്ത ആൾ വന്നുകൊണ്ട് മാറി അത് വിട്ടത് അതിൻ്റെ മുകളിൽ. അങ്ങനെ കുട്ടിയുടെ മുകളിൽ ഈ തുണികളെല്ലാം വീണിട്ട് കുട്ടി ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ളതാണ്. പിന്നീട് അമ്മ വന്ന് കുട്ടി എടുക്കാൻ നോക്കുമ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നു. ഒരു മാതാവിനും പിതാവിനും എങ്ങനെ സഹിക്കാൻ സാധിക്കരുത്? അങ്ങനെ ശരിക്കും ആ ഒരു ദുരന്ത മുഖത്ത് നിന്നപ്പോൾ പൂന്താനം പ്രതികരിച്ച രീതിയും പൂന്താനത്തിൻ്റെ ഭാര്യ പ്രതികരിച്ച രീതിയും ആശ്വാസകരം. പൂന്താനം വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഉള്ളിലൊടുക്കി ഭഗവാനെ ഭഗവാനെ എന്ന് വിളിച്ച് ഇരുന്നു. പക്ഷേ പൂന്താനത്തിൻ്റെ ഭാര്യ ഏതൊരു അമ്മയും ചെയ്യുന്ന പോലെ അലമുറയിട്ട് കരഞ്ഞു. പിറ്റേ ദിവസവും പൂന്താനത്തിൻ്റെ സ്വഭാവം തന്നെ എല്ലാം ഭഗവാനെ അർപ്പിച്ചു. ഭഗവാൻ ഭഗവാൻ ഭഗവാൻ. അപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. ഭാര്യ അദ്ദേഹത്തിന് വളരെയധികം ചീത്തോടെ ചെയ്തത്. പിന്നെ അത് ശാപമായി, ബ്രാക്കായി, അങ്ങനെയായി. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? നിങ്ങളുടെ ഭഗവാൻ എവിടെയാണ്? നിങ്ങളുടെ ഭഗവാൻ ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിയേക്ക് നഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഭഗവാൻ ഇല്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ ജന്മം വെറുതെ പാഴാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് നിങ്ങളെ സൂര്യപ്പെടുത്താതെയപ്പോൾ പൂന്താനോട് ഇറങ്ങി പുറപ്പെട്ടു. സ്വാഭാവികമായിട്ടും പൂന്താനം പോകേണ്ട തട്ടകത്തെ ദേവിയായും തിരുമാന്താനന്ദലാണ്. പോയില്ല. അവിടെ അടുത്തുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നാവാമുകുന്ദ ക്ഷേത്രം, തിരുനാവായ, അവിടെയും പോയില്ല. അദ്ദേഹം വന്നത് ഗുരുവായൂർക്കാണ്. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം വിഷ്ണുഭക്തനായിരുന്നു. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് ഗുരുവായൂർ. അതുകൊണ്ടാണ് അദ്ദേഹം ഗുരുവായൂർ പോകുന്നത്. അന്നത്തെ കാലത്ത് ആലോചിക്കണം, ഇന്ന് 70 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പൂന്താനയിലിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഗുരുവായൂർക്ക്. അപ്പം അന്ന് അതിനേക്കാൾ കൂടുതൽ ദൂരം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇന്ന് വഴികളൊക്കെ ചെറുതായതുകൊണ്ട് കുറച്ച് ദൂരം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഗുരുവായൂർ വന്നാണ് കൂടിയത്. അപ്പോൾ അവിടെ ഇന്നത്തെ പറയുന്നത് ഗുരുവായൂർ അന്നം കിട്ടും. അപ്പം അന്നം കഴിച്ച് ഭഗവാനെടുത്ത് ശരണം പ്രാപിച്ച് ആ വ്യസനത്തോടെ വചനത്തോടെ ഭഗവാനെ അർപ്പിച്ച് അവിടെ ജീവിച്ചു. അങ്ങനെ പൂന്താനം ദിവസവും അവിടെ ഭാഗവത പ്രഭാഷണമുണ്ട് ഗുരുവായൂരമ്പലത്തിൽ. സംസ്കൃതത്തിലാണ് വായിക്കുന്നത്, ഒരാൾ തർജ്ജമ ചെയ്ത് കൊടുക്കും. അപ്പോൾ പൂന്താനം ദിവസം വളരെ ആകൃഷ്ടനായിട്ട് ഈ ഭാഗവത കഥാശ്രവണത്തിന് വന്നിരിക്കും. അങ്ങനെ കേട്ട് അത് പഠിച്ചു. നമുക്ക് എന്ത് കാര്യം പഠിക്കണമെങ്കിലും നമുക്കത് താല്പര്യം വേണം, എങ്കിലേ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. താല്പര്യമില്ലാതെ പഠിച്ചു കഴിഞ്ഞാലും ആവില്ല. മിക്കവാറും മാതാപിതാക്കൾ അവരുടെ ഇഷ്ടത്തിന് മക്കളെ കൊണ്ട് ഓരോ കോഴ്സിന് ചേർക്കും. അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അവർ പകുതിക്കിട്ട് പോലും അങ്ങനെയുള്ള സംഭവം. ഇത് പൂന്താനം പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഭക്തിയോടെ ഈ ഭാഗവത കഥാശ്രവണത്തിൽ മുഴുകിയിരുന്നു. അങ്ങനെ പൂന്താനത്തിന് ഭാഗവതത്തിൽ സംസ്കൃത ശ്ലോകം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് മലയാളത്തിൽ പറയണമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഈ തർജ്ജമക്കാരൻ പറഞ്ഞതനുസരിച്ച് ഏതോ ഒരു ദിവസം തർജ്ജമക്കാരില്ലാത്ത ദിവസം പൂന്താനം ആ കഥയെന്ന് പറഞ്ഞു സംസ്കൃത ശ്ലോകം ചൊല്ലിയപ്പോൾ. അപ്പോൾ വളരെ സരസമായി വളരെ ലളിതമായിട്ട് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം അത്രയ്ക്ക് താല്പര്യമുണ്ടായിരുന്ന വിഷയമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പോൾ ഇത് കണ്ടിരുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ വളരെ വർഷങ്ങളായിട്ട് അവിടെ വന്നിരിക്കുന്നതാണ്, അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു മുറിവുറുപ്പ് അവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണ
കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഈ ഭാഗവത കഥ ഇത്ര സരസമായി ലളിതമായി പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്കൊക്കെ അത് രസിച്ചില്ല. ഇന്നലെ വന്ന് ഇദ്ദേഹമാണോ ഇതൊക്കെ പറയുന്ന ആൾ, ഞങ്ങളല്ലേ എന്നുള്ള മട്ടിലായിരുന്നു എല്ലാവരും പെരുമാറ്റം. പക്ഷെ പൂന്താനം ഒന്നും വകവെച്ചില്ല. പൂന്താനത്തിന് തന്നെ ഭക്തിയോടെ ഭഗവാനെ സമർപ്പിച്ച്, പൂർണ്ണമായും ഭഗവാനെ സമർപ്പിച്ച്, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടാണ് ജീവിച്ചത്. അപ്പോൾ ആ സമയത്താണ് പൂന്താനത്തിൻ്റെ സ്വപ്നത്തിൽ ഒരു ഉണ്ണിക്കണ്ണൻ വന്നിട്ട് പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അപ്പോഴാണ് പൂന്താനത്തിന് ഭാഗവത കഥയും ഈ അനുഭവം എല്ലാം ഓർത്തിണക്കി കഴിഞ്ഞപ്പോൾ ജീവിത തത്വം എന്താണെന്ന് മനസ്സിലായത്. അതാണ് അദ്ദേഹം സരസമായ ഭാഷയിൽ ഈ കഥനമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങൾ പച്ചയായി സരസമായ ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിജയിച്ചു. അതാണ് ജ്ഞാനപ്രാണം. അപ്പോൾ അങ്ങനെ ഭാഗവതം പൂന്താനം പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു, വളരെ സരസമായിട്ട് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു കേൾക്കാൻ. നമ്മളും സപ്താഹമൊക്കെ കാണാറുണ്ട്. പക്ഷെ സപ്താഹത്തിൽ സംസ്കൃതി വായിക്കുമ്പോൾ നമുക്ക് അതിനോട് പ്രത്യേകിച്ച് ഒരു മമത തോന്നാറില്ല. പക്ഷെ അത് മലയാളത്തിൽ വിവർത്തനം ചെയ്യുമ്പോൾ കാലത്തും വൈകിട്ട് കഥകളാക്കാൻ കഥകൾ പറയാറുണ്ട്. അത് കേൾക്കാൻ പോയിരിക്കാൻ ഞാനും പോയിരിക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ് കേൾക്കാൻ. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു നമുക്ക് മനസ്സിലാവാറില്ല. അത് സംസ്കൃതം പഠിച്ചാൽ മനസ്സിലാവുകയായിരുന്നു. പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പലരും പഠിച്ചിട്ടില്ല. കുറച്ച് പേരെങ്കിലും അറിയാവുന്നവരെ ഉണ്ടാവാം. അപ്പോൾ അദ്ദേഹത്തിന് പല ദിക്കിലേക്കും പല ക്ഷേത്രങ്ങളിലേക്കും കഥ പറയാൻ വിളിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം കണ്ണൻ്റെ ഊരായ കണ്ണൂർ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഭാഗവതത്തിന് കഥാകഥനത്തിന് വിളിച്ചു. അദ്ദേഹം അങ്ങനെ അവിടെ പോയി കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഗുരുവായൂരത്തിൻ്റെ സമയമായി. ഏകാദശി അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് പറഞ്ഞു. അന്ന് കാലത്ത് നടന്നാണ് പോണത്. അപ്പോൾ രാവിലെ ഒരു സ്ഥലത്ത് നടന്നാൽ സുരക്ഷിതമായ ദിക്കിലെത്തിയാൽ അവിടെ നന്ദി പറക്കണം. അത് സുരക്ഷിതമായ താവളമാണ്. അത് കഴിഞ്ഞ് പിന്നെ പോയാൽ പിന്നെ കൊടുങ്ങാറാണ്. പിന്നെ ചിലപ്പോൾ സമയത്തിന് അടുത്ത സുരക്ഷിതമായ താവളത്തിൽ എത്താൻ പറ്റാറില്ല. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു, എനിക്ക് ഗുരുവായൂരെത്തേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വളരെ വേഗത്തിൽ നടന്നു. അങ്ങനെ അർദ്ധരാത്രിയിൽ അടുപ്പിച്ച സമയത്ത് ഒരു കാട്ടിൽ വെച്ച് ഇദ്ദേഹം തസ്കരന്മാരെ ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ ഇദ്ദേഹം വിളിച്ചത് എൻ്റെ ഗുരുവായൂരപ്പാന്ന് തന്നെയാണ് വിളിച്ചത്. എവിടെ നിന്നാണെന്ന് അറിയില്ല. ഒരു കുതിരപ്പുറത്ത് സേനാനായകനോട് വന്നു. അത് സാമൂതിരിയുടെ സേനാനായകനായ മങ്ങാട്ടച്ഛനായിരുന്നു. മങ്ങാട്ടച്ഛൻ വന്ന് ഈ തസ്കരന്മാരെല്ലാം തുരത്തി ഓടിച്ചു. അതിൽ മുതാതിനോട് ചോദിച്ചു, എന്തിനാണ് രാത്രി യാത്ര ചെയ്തത്? എനിക്ക് ഗുരുവായൂർ അത്യാവശ്യം എത്തണമെന്നാണ്. ശരി വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത സുരക്ഷിതമായ താവളത്തിൽ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നേരം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പൂന്താനത്തിന് സന്തോഷമായി, എന്നെ രക്ഷിച്ചു തസ്കരന്മാരിൽ നിന്ന്. അതുകൊണ്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിൽ കിടന്ന മുതൽ പോയി മങ്ങാട്ടച്ഛന് കൊടുത്തു. മങ്ങാട്ടച്ഛൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം കൊടുത്തു. മങ്ങാട്ടച്ഛൻ സന്തോഷത്തോടെ സ്വീകരിച്ചു പോയി. 2 ദിവസം കഴിഞ്ഞാണ് പൂന്താനം ഗുരുവായൂരെത്തുന്നത്. ആ സമയത്ത് കുളിച്ച് ഏകാശ ദിവസം അകത്തേക്ക് ചെന്നപ്പോൾ മേശാന്തി പറഞ്ഞു, ഭായി പൂന്താനം എവിടെയായിരുന്നു? വരൂ നിങ്ങൾക്കൊരു പ്രത്യേക സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പൂജാ പ്രസാദത്തിൻ്റെ കൂടെ ഈ മോതിരം കൊടുക്കുകയാണ്. ഇത് പറഞ്ഞു, ഞാൻ മിനിയാന്ന് ഉറങ്ങിയിട്ടുണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഗുരുവായൂരപ്പം വന്നിട്ട് പറഞ്ഞു, എൻ്റെ ആടയാഭരണങ്ങളിൽ ഒരു മോതിരം കൂടുതൽ കാണാം, അത് എടുത്ത് സുരക്ഷിതമായിട്ട് പൂന്താനത്തിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നാന്ന് പറഞ്ഞു. പൂന്താനത്തിന് ഇതിൽ പരം സന്തോഷം എന്താ വേണ്ടത്? സ്പർദ്ധനായി നിന്നുപോയി അദ്ദേഹം. അല്ലേ? നിങ്ങൾക്കും എനിക്കും ഒക്കെ ഇതുപോലെ ഒരു അനുഭവം ഗുരുവായൂർ ഉണ്ടായിട്ടുണ്ടാവാം. എനിക്കുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഈ അമ്പലത്തിൽ വന്നിട്ടും എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മയാണ് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന അമ്മ. എന്ത് കാര്യത്തിനും എന്ത് സങ്കടം വന്നാലും വിളിക്കും. അതിനെ മങ്ങാട്ടച്ഛൻ കാണിച്ചുള്ള പരിഹാരം കാണിച്ചതില്ലെങ്കിൽ ഒരു പരിഹാരം കാണിച്ചു തരും. അങ്ങനെയാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ ഏത് കാര്യത്തിലും എപ്പോൾ പോയാലും എപ്പോൾ വിളിച്ചാലും ഗുരുവായൂരപ്പം കൂടെയുണ്ട്. അത് ഇങ്ങനൊരു സംഭവത്തോടുകൂടി പൂന്താനത്തിന് അവിടെ സ്ഥാനം കുറച്ചുകൂടി ഒരു VIP ട്രീറ്റ്മെൻറ്റ് അമ്പലത്തിൽ കിട്ടാൻ തുടങ്ങി എന്ന് വേണം പറയാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പൂന്താനത്തിൻ്റെ പറ്റി കൂടുതൽ അറിയില്ലാന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന കാലഘട്ടം ഏകദേശം മേൽപ്പത്തൂര് ജീവിച്ചിരുന്ന കാലഘട്ടമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ജനിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1540 എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 500 വർഷത്തിൽ കൂടുതലായി അദ്ദേഹം ജീവിച്ച കാലം. 93 വയസ്സ് വരെ ജീവിച്ചു. 93 വയസ്സിലായിരുന്നു അദ്ദേഹത്തിന് സ്വർഗാരോഹണമായിരുന്നു. അപ്പോൾ മേൽപ്പത്തൂർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് പൂന്താനവും ജീവിച്ചിരുന്നത്. അപ്പോൾ മേൽപ്പത്തൂര് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വരുന്നു. അപ്പോൾ പാസ് ഔട്ടായി എന്ന് പറയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ. അദ്ദേഹം പഠിച്ചിരുന്നത് അച്യുത പിഷാരടി എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു സംസ്കൃത പണ്ഡിതനെടുത്താണ്. സംസ്കൃതത്തിൽ അവർ വളരെയധികം നല്ല പാണ്ഡിത്യം, വ്യാകരണം, സാങ്കേതികശാസ്ത്രം എന്ന് വേണ്ട എല്ലാം അത്ര നല്ല ജ്ഞാനമുള്ള ഒരാളായിരുന്നു മേൽപ്പത്തൂര്. അപ്പോൾ മേൽപ്പത്തൂര് പഠിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഗുരുദക്ഷിണയായിട്ട് എന്താണ് സ്വീകരിച്ചതെന്ന് അറിയാമോ?
അദ്ദേഹത്തിന്റെ ഗുരുവായ അച്യുത പിഷാരടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാതരോഗം തന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് മേൽപ്പത്തൂർ പോകുന്നത്. അങ്ങനെ മേൽപ്പത്തൂര് ഗുരുവിന്റെ വാതരോഗം അദ്ദേഹം മേടിച്ചെടുത്തു. അപ്പോൾ ചുറുചുറുക്കുള്ള പ്രായത്തിൽ നമുക്ക് പലതും തോന്നും. അങ്ങനെ അദ്ദേഹം മേടിച്ചെടുത്തു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതം വളരെ സങ്കടകരമായിരുന്നു. അദ്ദേഹം വാതരോഗം അദ്ദേഹത്തെ വല്ലാണ്ട് അലട്ടിയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടി വന്നപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ കാണാനിടയായി. തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞു, വാദമാണോ, ശരി, മീൻ തൊട്ട് കൂട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് തുഞ്ചത്തെഴുത്തച്ഛൻ ആയതുകൊണ്ടും അത് കേട്ടത് മേൽപ്പത്തൂരായതുകൊണ്ടും അവരുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വേവ് ലെങ്ത് കൊണ്ട് അത് ഒരു ബ്രാഹ്മണനെ അവഹേളിക്കുന്നതായിട്ട് അവർക്ക് തോന്നിയില്ല. പക്ഷെ അതിൻ്റെ അന്തരാർത്ഥം അവർക്ക് പിടികിട്ടി. അപ്പോൾ നമ്മളും സരസമായിട്ട് പല കാര്യങ്ങളും പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മൾ ഏത് വ്യക്തിയോടാണ് സംസാരിക്കുന്നത്, അവരോട് സംസാരിക്കുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മൾ പല കാര്യങ്ങൾ പറയാറുണ്ട്. എന്നോട് എനിക്ക് ഒരാൾ ചോദിച്ചു, എൻ്റെ ആദ്യം ഓർമ്മയില്ല, നാഴിയിൽ പാതി ആടാത്തത് എന്തെന്ന് ചോദിച്ചു. ഞാൻ എന്തായത് നാഴിയിൽ പാതി ഉരിയാടാത്തത് എന്തെയ്യുന്നു, എന്താണെന്നും മിണ്ടാത്തിന്നാ ചോദിച്ചത്. കുഞ്ഞനമ്മയുടെ പഴയ കഥ കേട്ടില്ലേ, തിരുവനന്തപുരത്ത് മുറജപത്തിന് പോയപ്പോൾ കാതിക പോലെ നല്ലതായിരിക്കുന്നു പറഞ്ഞു. അവരുടെ പാണ്ഡിത്യം വൈഭവം അനുസരിച്ചിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ അത് കൊണ്ടുവരും. കഥകളി അറിയാവുന്നവർ കഥകളി പാണ്ഡിത്യത്തിലൂടെ സംസാരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞപ്പോൾ മറ്റൊന്നും അലോഹ്യം തോന്നിയില്ല. ഒരു ബ്രാഹ്മണനോട് മീൻ തൊട്ട് കൂട്ടാൻ പറയുന്നത് ഒരു അവഹേളനമാണെന്ന് അവർക്ക് തോന്നിയില്ല. കാരണം അവർക്ക് തമ്മിലുള്ള ആ വിപുലൻ അതായിരുന്നു. ദശം തപസ് തിന്നാനും പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മത്സ്യം തൊട്ട് കൂട്ടാൻ പറഞ്ഞാൽ മത്സ്യാവതാരം തൊട്ട് എഴുതി തുടങ്ങാൻ നിന്റെ വാതരോഗം ശമിക്കും. ഗുരുവായൂർ പോയി ഭജന ഇരിക്കുക, മത്സ്യം തൊട്ട് കൂട്ടാൻ. ഇനി ദശ ചതയ്ക്കാൻ പറഞ്ഞാൽ എന്താണ്? ദശം 10, ശതം 100. അപ്പോൾ 10 വീതം 100 ദിവസം ശ്ലോകങ്ങൾ എഴുതാൻ. അങ്ങനെയാണ് നാരായണീയം എന്ന കാവ്യത്തിന് ആരംഭമാകുന്നു. മേൽപ്പത്തൂർ ഗുരുവായൂരമ്പലത്തിൽ വന്നിരുന്നു. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാണാം ഇടതുവശത്ത് ഒരു വലയത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാണ്. മേൽപ്പത്തൂർ എഴുതിയിരുന്നാണ് നാരായണീയം എഴുതിയിരുന്നത്. സാന്താനന്ദാവ ഭൂതാത്മക അനുഭവം എന്ന് തുടങ്ങുന്ന ആ കാവ്യം. അതിൽ പറയുന്നത് അന്തഭാഗ്യം ജനാനാം, ഇവിടെ വന്ന് ജീവിക്കാൻ സാധിച്ചത്, ജനിക്കാൻ സാധിച്ചത് തന്നെ ഭാഗ്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഗുരു പവനപുരേശ്വരെ കുറിച്ച് വർണ്ണിച്ച് അങ്ങനെ തുടങ്ങുവാണ്. എവിടെ നിന്ന് ആദ്യം ഗുരുഭവനേശ്വരം വയ്ക്കുന്നു, പിന്നെ മത്സ്യാവതാരം, അങ്ങനെ പോകുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ ദശകം എഴുതി 100 ദശകം ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ സമയത്താണ് പൂന്താനം ജ്ഞാനപ്പാന എഴുതി കഴിഞ്ഞ സമയം. അപ്പോൾ ഏകദേശം 90-91 ദിവസമായി അത്രയും ദശകങ്ങൾ അദ്ദേഹം എഴുതി കഴിഞ്ഞു എന്ന് വേണം അനുമാനിക്കാൻ. പൂന്താനം മേൽപ്പത്തൂരിനെ കാണാൻ ചെല്ലും, പക്ഷെ കാണാൻ സാധിക്കാറില്ല. കാരണം അദ്ദേഹം വളരെ പണ്ഡിതനായ പ്രമാണിയാണ്. അദ്ദേഹത്തിനോട് കുറേ പ്രമാണികൾ ചുറ്റുമുണ്ടാകും. അപ്പോൾ ദീപാരാധന കഴിഞ്ഞാൽ അവർ ആൾക്കാരിൽ വട്ടം കൂടിയൊക്കെ നിൽക്കും. അദ്ദേഹം 2-3 ദിവസമായി കാണാനൊന്നും നടക്കുന്നില്ല. 91-92 ദിവസങ്ങൾ കഴിഞ്ഞു. 99-ാമത്തെ ദിവസമായി. പിന്നെ അന്ന് പൂന്താനത്തിന് മനസ്സിലായി ഇന്ന് കണ്ടില്ലെങ്കിൽ കാണാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പോൾ പ്രശസ്തനായ ഒരു വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ചുറ്റും നിറച്ച ആൾക്കാരായിരിക്കും. നമുക്ക് അദ്ദേഹത്തിനെ എത്തിപ്പെടാനായിട്ടോ അദ്ദേഹത്തിനെ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം അന്ന് 2 കൽപ്പിച്ച് ഇടിച്ചങ്ങ് കയറി മേൽപ്പത്തൂരിനോടൊക്കെ ചെന്നു. ഞാൻ ഒരു കാവ്യം എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കി ഇതിൻ്റെ വ്യാകരണം ശുദ്ധി ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ മേൽപ്പത്തൂർ പഠിച്ചത് സംസ്കൃതമാണ്, വ്യാകരണം, സംഖ്യാശാസ്ത്രം എല്ലാത്തിലും നിപുണനാണ്. അദ്ദേഹം പറഞ്ഞു, ഭാഷാകാവ്യമാണോ എന്നാൽ മറ്റു പലരെയും കാണിച്ചാൽ മതി, എനിക്ക് നോക്കാൻ സൗകര്യമില്ലാന്ന് പറഞ്ഞു. മാത്രമല്ല പണ്ടത്തെ ഒരു കടവും കിടപ്പുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചുകൂടി പരിഹസിച്ചാൽ വിട്ടു അദ്ദേഹത്തിന്. പൂന്താനം വളരെ വിഷണ്ണനായി ഒരു മൂലക്കിലേക്ക് മാറിയിരുന്നു. എന്ത് ചെയ്യാൻ? ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. അദ്ദേഹം ചെയ്യുന്ന എല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. ഫ്രീ വിൽ മുഴുവൻ ഭഗവാനെ അർപ്പിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് പൂർണ്ണ മനസ്സോടെയാണ് ചെയ്തതല്ല. അത് ഗുരുവായൂരപ്പനിലേക്ക് പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പ. രാത്രിയായി ഈ ദീപാനൊക്കെ അമ്പലത്തിൽ നിന്ന് അങ്ങനെയാണ് എല്ലാവരും കുറച്ച് നേരം അമ്പലത്തിലൊക്കെ വട്ടം കൂടി. ഞാനും എൻ്റെ വെക്കേഷൻ സമയത്ത് ഇവിടെ വന്ന് ഏപ്രിൽ-മെയ് മാസത്തിൽ ഞാൻ ഇവിടെയാണ് 2 മാസം. ആ കാലഘട്ടത്തിൽ ദീപാരാധനയ്ക്ക് വന്നാൽ നമ്മളിവിടെ ഈ ആൽത്തറയിൽ ചുറ്റുമിരിക്കും. അവിടെ കുറേ ആൾക്കാരുണ്ടാവും, എൻ്റെ ചേട്ടന്മാരും ബന്ധുക്കളൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ സരസമായിട്ട് പല വീഡിയോട്ടൊക്കെ പറയും, പല ചർച്ചകളും ഉണ്ടാവും. ഒരു കാര്യം അവർ പറയും, അതിൻ്റെ മറുപടി അടുത്ത ആൾ പറയും, അതിനെ ഖണ്ഡിച്ചെടുത്ത ആൾ പറയും. പക്ഷെ അങ്ങനെയൊക്കെയാണ് ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു സംവാദം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചത് ഇവിടെ നിന്നാണ്. എനിക്കതിനുള്ള ഭാഗ്യമുണ്ടായി. ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കത്താവ് ചെയ്യുമ്പോൾ പിരിയാറുണ്ട്. അതുപോലെ അവിടെ എല്ലാവരും പിരിഞ്ഞു. അന്ന് രാത്രിയിൽ ഈ വട്ടവാദർക്ക് ശമിച്ചിരുന്ന വാതരോഗം
മനസ്സിലായി. അദ്ദേഹം തുള്ളപ്പനി വന്നു. പനി പിടിച്ച് എപ്പോഴും ഒന്ന് മയങ്ങിയപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നദർശനം ഉണ്ടായി. ഉണ്ണിക്കണ്ണൻ വന്നിട്ട് പറഞ്ഞു, മേൽപ്പത്തൂരിൻ്റെ വിഭക്തി നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്, പക്ഷേ ഭക്തി ഉറച്ചിട്ടില്ല. പക്ഷെ പൂന്താനത്തിൻ്റെ ഭക്തി നല്ലോണം ഉറച്ചതാണ്. മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എന്ന് പറഞ്ഞു. ചാടി എണീറ്റു മേൽപ്പത്തൂർ. അദ്ദേഹത്തിൻ്റെ ഉറക്കം പോയി, അദ്ദേഹത്തിൻ്റെ ക്ഷീണം മാറി. ഉടനെ വൃത്തിനെ വിളിച്ചു. അമ്പലത്തിൽ പോയിട്ട് പൂന്താനം എവിടെയെങ്കിലും ഉണ്ടാവും, വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. പാവം വൃത്തിയും ചൂട്ടും കത്തിച്ച് നേരെ പോയി അമ്പലത്തിൽ. എവിടെയോ ഉറങ്ങി കിടന്നിരുന്ന പൂന്താനത്തിനെ വിളിച്ചിട്ട് വന്നു. അപ്പോൾ ഹൃദയം പറഞ്ഞിരുന്നു ഓലയും കൊണ്ടുവരാൻ, എഴുതിയ കാവ്യം എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അതുമായിട്ട് വന്നു. പൂന്താനം ഇത് വായിച്ചു നോക്കി. അല്ല സാർ, അദ്ദേഹത്തിൻ്റെ പേര് മേൽപ്പത്തൂർ ഇത് വായിച്ചു നോക്കി. അദ്ദേഹം സ്തബ്ധനായിട്ട് ഇരുന്ന് പോയി. ഞാനിതിനകത്ത് എന്താണ് തിരുത്തേണ്ടത്, ഇതിനകത്ത് ഞാൻ എന്താണ് പറയേണ്ടത്, ഇതിനകത്ത് ഇനി ഒന്നും പറയാനില്ല. കാരണം ഇത്രയും മനോഹരമായിട്ട് ഓരോ വർണ്ണനകൾ ലൈൻ ബൈ ലൈനായിട്ട് പോയിരിക്കുകയാണ്. കാരണം ഞാനപ്പനയിൽ പറഞ്ഞത് ഇനി ഞാൻ എന്താണ് ഇതിനകത്ത് പറയേണ്ടത്. മേൽപ്പത്തൂരിന് തൻ്റെ അഹങ്കാരം ക്ഷമിച്ചു. ഭയങ്കര അറിവുള്ള പാണ്ഡിത്യമുള്ള ആളാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയും എഴുതാം അല്ലേ. ഇത്ര ഭംഗിയായിട്ട് സരസമായിട്ട് മലയാളത്തിൽ. ഇപ്പോൾ മലയാളം നമ്മൾ എഴുതില്ലല്ലോ, മലയാളത്തിൽ സംസാരിക്കാൻ പാടാത്ത ആൾക്കാരാണല്ലോ. അദ്ദേഹത്തിന് ബോധ്യമായി. പിറ്റേ ദിവസം പൂന്താനത്തിന് വേണ്ട രീതിയിൽ സൽക്കരിച്ച് പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം മേൽപ്പത്തൂർ 100-ാം ദശകം എഴുതാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വരുവാണ്. അപ്പോൾ ഈ 99 ദശകം എഴുതിയിട്ടുള്ളത് ഗുരുവായൂരപ്പനെ കുറിച്ച്, ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ കുറിച്ചാണ്. കാരണം ഗുരുവായൂരിരിക്കുന്ന വിഗ്രഹം അത് ചതുർബാഹുവായ മഹാവിഷ്ണു സ്വരൂപമാണ്. ഈ വിഗ്രഹം എവിടെന്നാണ് വന്നത്? അന്ന് ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം വെച്ചാണ് പൂജിച്ചിരുന്നത്. ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണത്. സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് ദ്വാരക കടലെടുത്തപ്പോൾ ഈ വിഗ്രഹം കടലിൽ ഒഴുകി ഒഴുകി നടന്നു. വരുണന്റെ കയ്യിലായിരുന്നു. വളരെ അപൂർവമായ അഞ്ചൽശിരിയുള്ള വിഗ്രഹമാണ്. ഇതിങ്ങനെ ഒഴുകി നടന്നപ്പോൾ ഇതിനെ ഏറ്റവും ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനായിട്ട് വായുദേവനോടും ദേവഗുരുവായ ബൃഹസ്പതിക്കും ആജ്ഞ കിട്ടി. അങ്ങനെ വായുഭഗവാൻ അത് തള്ളി തള്ളി കൊണ്ടുവന്നു. ഈ ദക്ഷിണേന്ത്യയുടെ പശ്ചിമ തീരത്ത് ഇന്ന് കാണുന്ന ഗുരുവായൂരമ്പലത്തിൻ്റെ തീരത്തായിട്ട് അത് വന്നെടുക്കുന്നു. ബൃഹസ്പതി ഭഗവാൻ അത് അവിടെ നിന്നെടുത്ത് ഏറ്റവും ഉചിതമായ സ്ഥലമന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ അവിടെ ഒരു ശിവക്ഷേത്രം കാണുന്നു. ഒരു സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗത്തോട് കൂടിയിട്ടുള്ള ചെറിയ ശിവക്ഷേത്രം, ഒരു ശിവസങ്കേതം. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു അശരീരി കേട്ടു. ഭഗവാൻ മഹാദേവൻ തന്നെ പറഞ്ഞു അവിടെ തന്നെ പ്രതിഷ്ഠിക്കുക, നല്ല ഏറ്റവും ഉചിതമായ സ്ഥലം അത് തന്നെ. ഒരു കാര്യം ചെയ്യാൻ ശൈവ ചൈതന്യം അവിടെ നിന്ന് ആവാഹിച്ച് വടക്കോട്ട് നീക്കിയിരുത്തു. അതാണ് മമ്മിയൂർ. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ പോയാലും മമ്മിയൂർ പോയി തൊഴണമെന്ന് പറയുന്നത്. അവിടെ ഇരുന്ന ശൈവ ചൈതന്യത്തിൻ്റെ അതിനെ ആവാഹിച്ചാണ് മമ്മിയൂർ ഇരുത്തിയിരിക്കുന്നത്. അവിടെ ഇരുന്ന ഭഗവതി കുറച്ചിടത്തോട്ട് മാറിയിരുന്നു. അതാണ് എടുത്തെരുത്തുകാവിലുണ്ടാവും. ഇടത്തെരുത്തുകാവ് ഭഗവതി. ഭഗവതി താല്പര്യമായിരുന്നു ബ്രഹ്മാസിൽ. ഈ അടുത്തും ദേവസ്ഥയുടെ താല്പര്യം ഉണ്ടായിരുന്നു. കാണേണ്ട ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. വിളിച്ചപ്പോൾ എൻ്റെ തുള്ളലുമല്ല, ഞാൻ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പോൾ ഈ ഇടത്തെരുത്തുകാവിലേക്ക് മാറിയിരുന്നു ഭഗവതി. ശൈവചൈതന്യത്തെയും മമ്മിയൂർ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചത് ഇതിൻ്റെ മുകളിലാണ്. ആരൊക്കെ? ഗുരുവും വായുവും, ദേവഗുരുവായ ബൃഹസ്പതിയും വായുഭഗവാനും കൂടിയിട്ടാണ് ഈ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുക. അവിടെ പ്രാണം കൊടുത്ത് പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയാണ്. ചതുർബാഹുവായ മഹാവിഷ്ണു, ശൈവചൈതന്യം, ഗുരുവും വായുവും അവരുടെ പ്രാണം കൊടുത്ത് പ്രതിഷ്ഠിച്ച സ്ഥലത്ത് തേജസ്സില്ലാതിരിക്കുമോ? ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായ പവർ അനുസരിച്ചിട്ട് ഇത്ര നാഴിക ദൂരം അല്ലെങ്കിൽ എത്ര കാതം ദൂരം അതിൻ്റെ പവർ ഉണ്ടാവും. ഗുരുവായൂരമ്പലത്തിൽ 8 കിലോമീറ്ററോളം അതിൻ്റെ പവർക്കുള്ളതെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ആ ക്ഷേത്രത്തിൻ്റെ മഹത്വം. നമ്മളെല്ലാം സങ്കടം വരുമ്പോൾ ഓടിപ്പോകുന്നത് ഗുരുവായൂർക്കാണ് അല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ദുഃഖത്തിന് അല്ലെങ്കിൽ നമ്മുടെ വിഷമത്തിന് ഒരു ആശ്വാസം ഉണ്ടാകും. എന്തിനാ മതിൽക്കകത്ത് കയറിയാൽ മതിയല്ലോ അല്ലേ? അല്ല ആ പരിസരത്ത് ചെന്നാൽ മതിയല്ലോ. മിക്ക ദിവസങ്ങളിൽ ഞാൻ പോകുമ്പോൾ നല്ല തിരക്കാണ് അവിടെ. ഇപ്പോൾ ഗുരുവായൂർക്കേശ്വരൻ്റെ പ്രതിമയുടെ അവിടെ വരെ ക്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അകത്ത് കയറും. അവിടെ നിന്ന് കാണാൻ പറ്റില്ല ഭഗവാൻ. ഭാഗ്യം അന്ന് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത്. ഇന്നെ തന്നെ കാണാം. പുറത്ത് പ്രദർശനം വയ്ക്കും. ഒരു 7 പ്രദർശനം വെച്ച് ഞാൻ പോയി. പക്ഷേ അങ്ങനെ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ഭഗവാൻ എന്നെ അകത്തേക്ക് വിളിച്ചു. എങ്ങനെയാണെന്നറിയോ? എൻ്റെ അടുത്തുള്ളൊരു തിരുമേനി അവിടെ വന്ന്, ഏയ് ചേട്ടാ, പയ്യനാണ്, എന്നെക്കാൾ പൊക്കമുണ്ട്. ചേട്ടാ എന്താ ഇവിടെ? ഞങ്ങൾ തൊഴാൻ വന്നത്. തൊഴു വന്നിട്ട് ഇല്ല, എന്നാൽ വരൂ, ഞങ്ങളുടെ ഉദയാസ്ഥാനം പൂജയാണ്, തൊഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചപ്പൂജയ്ക്ക് ഞങ്ങൾ തൊഴിച്ചു. എല്ലാവരും കയറി നമ്മൾ കയറി വളരെ സമൃദ്ധമായിട്ട് സുഖമായിട്ട് തൊഴു പോകാൻ സോപാനത്തിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ മുകളിൽ കയറി നിന്ന് വീണ്ടും. അന്ന് ശ്രീരാമനായിരുന്നു ഉച്ചപൂജയ്ക്കുള്ള അലങ്കാരം.
അതുപോലെ ഭഗവാൻ ഒരുപാട് പ്രാവശ്യം എന്നെ വിളിച്ച് കൊടുത്ത് വിളിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ധനുമാസത്തിൽ 8 ദിവസം ഭഗവാനെ ദിവസവും തരാൻ സാധിച്ചു. അതൊക്കെ പുണ്യമാണ്, ഭാഗ്യമാണ്. ഭഗവാൻ തന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ എത്തിയത്. അതൊന്നും മറക്കാനാവുന്ന സംഭവങ്ങളല്ല. അതുപോലെ നിങ്ങൾക്കൊക്കെ പറയാനുണ്ടാവും. എത്ര തിരക്കാണെങ്കിലും അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവും. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ആദ്യമായിട്ട് അവിടെ പോകുമ്പോൾ പാൽപ്പായത്തിൻ്റെ ഷീറ്റ് തീർന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പുസ്തകം വെച്ച് വരുമ്പോൾ ഒരാൾ വന്നിട്ടേ ഈ പാൽപ്പായത്തിൻ്റെ ഷീറ്റ് ഞാൻ നിൽക്കണില്ല, നിങ്ങൾ മേടിച്ചു കൊണ്ട് തന്നിട്ട് പോയി. ഇതൊക്കെയാണ് ചെറിയ ചെറിയ അത്ഭുതങ്ങൾ. ഇതൊക്കെ ഭഗവാൻ നമ്മൾ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നതാണ്. ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള അതൊക്കെ വലിയ കാര്യങ്ങൾ. അപ്പോൾ ഈ ചതുർബാഹുവായ മഹാവിഷ്ണു ഈ ശൈവചൈതന്യം നിറഞ്ഞിരുന്ന ആ ഭൂമിയിൽ ഗുരുവും വായുവും പ്രാണപ്രതിഷ്ഠ നൽകി പ്രാണം കൊടുത്ത് പ്രതിഷ്ഠിച്ച ആ ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. ശരിക്കും വൈകുണ്ഠം തന്നെയാണത്. അവിടെ ചെന്നാൽ നമ്മൾ പലതും മറക്കും, നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറക്കും അല്ലേ. അപ്പോൾ ദുഃഖങ്ങൾ വരാൻ കാത്തിരിക്കരുത്, അവിടെ പോകാൻ സമയം കിട്ടുമ്പോഴൊക്കെ പോയി തൊഴുക. ഇനി അവിടെ ചെല്ലുമ്പോൾ തൊഴാൻ സാധിച്ചില്ലെങ്കിൽ മേടിക്കേണ്ട, അവിടെ വന്നാൽ മതി. ഇവിടെ കണ്ണുവാൻ്റെ മഹാവിഷ്ണു ഇരിപ്പുണ്ട് ഇവിടെ, അവിടെയും തൊഴാം. അവിടെ ഇരിക്കുന്ന ചൈതന്യം അത് തന്നെയാണ്. അമ്പലപ്പുഴ ഇരിക്കുന്നതും അത് തന്നെയാണ്. അവിടെ ചിറ്റൂർ ഇരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഗുരുവായൂർ പോയി തൊഴുന്നത് പ്രത്യേക അതാണ്. അപ്പോൾ മഹാവിഷ്ണു അവിടെ ചെന്ന് കാണാൻ സാധിച്ചില്ലെങ്കിലും അവിടെ പോയി പരിശ്രമിച്ച് വരിക, ഇവിടെ തൊഴുക. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് അവിടെ ഇരിക്കുന്നത്. 100-ാം ദശകം എഴുതിയപ്പോൾ 99 ദശകത്തിൽ എഴുതിയേക്കുന്നത് മഹാവിഷ്ണുവിനെ വർണ്ണിച്ചാണ്. 100-ാം ദശകത്തിൽ ആയപ്പോൾ എന്ത് പറഞ്ഞു? കൃഷ്ണ കാരുണ്യ സിന്ധു എന്നൊരു പ്രയോഗമുണ്ട്. നെൽപ്പത്തൂർ എഴുതി വെച്ചിട്ടുണ്ട്. നാരായണൻ വായിക്കുന്ന നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ ഇപ്പോഴെന്ന് എനിക്കറിയാം. എന്നെക്കാൾ കൂടുതൽ വായിച്ചിട്ടുള്ള ആൾക്കാരോട് ഉണ്ട്. 99 ദശകത്തിലും മഹാവിഷ്ണുവിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്, അവതാരങ്ങളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഈ 100-ാം ദശകത്തിൽ മാത്രമാണ്. അതാണ് പൂന്താനം ഇമ്പാക്ട്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൂന്താനത്തിൻ്റെ ഭക്തി കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരത്തിൻ്റെ ഐഡന്റിറ്റി തന്നെ മാറി. അങ്ങനെ ചതുർബാഹുവായ മഹാവിഷ്ണുവായി വിചാരിച്ചിരുന്ന ആ ഗുരുവായൂരപ്പൻ പിന്നീട് അറിയപ്പെട്ടത് ആരായിട്ടാണ്? ഉണ്ണിക്കണ്ണനായിട്ടാണ്. നിങ്ങൾ പോകുമ്പോൾ ഉണ്ണിക്കണ്ണാന്നാ വിളിക്കുക, ഞാൻ പോകുമ്പോൾ ഉണ്ണിക്കണ്ണാന്നാ വിളിക്കുക. അവിടെ ഉണ്ണിക്കണ്ണനായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. അതാണ് പൂന്താനം എഴുതിയത്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇന്ന് നാളെയും എന്തെന്നറിഞ്ഞില്ല. ഗുരുവായൂരപ്പൻ്റെ കാര്യം പോലും ഇതാണ്. 500 വർഷം മുമ്പ് അദ്ദേഹം ചതുർബാഹുവായ മഹാവിഷ്ണുവായിരുന്നു. ഇപ്പോൾ കാണുന്നതായിട്ടാണ് ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. നമ്മൾ ആ ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ കണ്ട് മതി മറക്കും, നമ്മുടെ സങ്കടമെല്ലാം മറന്ന് സന്തോഷിക്കും. അതാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഐഡന്റിറ്റി മാറ്റിയ ഒരു വ്യക്തിയാണ് പൂന്താനം. പൂന്താനം അങ്ങനെ ഈ ഒരു സംഭവത്തോടുകൂടി പൂന്താനം അവിടുത്തെ VIP ആയിട്ട് മാറി. അദ്ദേഹത്തിന് ഒരു പ്രഥമ സ്ഥാനം എല്ലായിടത്തും ഉണ്ടായിരുന്നു. അന്നദാനപ്പുരയിൽ വരെ അദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു പ്രമാണി അവിടെ വരികയുണ്ടായി. അപ്പോൾ ഈ അന്നദാനപ്പുരയുടെ കാവലാള് അദ്ദേഹം പറഞ്ഞു, പൂന്താനം നിന്ന് ഉണ്ടായിരുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയും പ്രമാണി വന്ന് കണ്ടില്ലേ മാറിക്കൊടുക്കുമെന്ന് പറഞ്ഞു. പൂന്താനം പറഞ്ഞു, ഇത് എൻ്റെ സ്ഥാനമല്ലേ, ഞാൻ ഇവിടെ ഇരിക്കണ്ടേ? പറ്റില്ല, ഇന്ന് അദ്ദേഹമാണെന്ന് എന്താ അദ്ദേഹം ഇരിക്കട്ടെ, നിങ്ങൾ എല്ലാ ദിവസവും ഇരിക്കണമല്ലേ? അതെല്ലാം പറഞ്ഞ് കശുകശി ആയി കഴിഞ്ഞപ്പോൾ പൂന്താനം അവിടെ നിന്നിട്ട് പോകുന്നു. ഭഗവാൻ പൂന്താനത്തോട് പറഞ്ഞു, ശരി പോലെ അദ്ദേഹം കേട്ടു. പൂന്താനം നിങ്ങൾ ഇല്ലത്തേക്ക് മടങ്ങിപ്പോയിക്കോളൂ, ഇനി ഞാൻ അവിടെ വന്നോളാം, നിങ്ങൾ അവിടെ ഇരുന്ന് പൂജിച്ചോളൂ, ഞാൻ അവിടെ വരാം. പൂന്താനത്തിൻ്റെ പൂജ എനിക്കിഷ്ടമാണ്, ഭക്തി എനിക്കിഷ്ടമാണ്, ഞാൻ പൂന്താനത്തിൻ്റെ അടുത്ത് വരും, പൂന്താനം തിരിച്ച് ഇല്ലത്തേക്ക് പോയിക്കോളൂ. അങ്ങനെ ഭഗവാനെ വണങ്ങി പൂന്താനം തിരിച്ച് ഇല്ലത്തേക്ക് വരുവാണ്. വർഷങ്ങൾക്ക് ശേഷം വന്ന ഭർത്താവിനെ കണ്ട് ഭാര്യ വളരെയധികം സന്തോഷിച്ചു. വളരെ സന്തോഷത്തോടെ ജീവിച്ചു. അവർക്ക് ഒരുപാട് ഉണ്ണികൾ പിന്നെ ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൂന്താനം ഈ പ്രാർത്ഥന തന്നെയാണ്. ഭാര്യയ്ക്ക് ആദ്യം നമുക്ക് സന്തോഷമായിട്ട് പിന്നീടുള്ള അവസ്ഥ അറിയാമല്ലോ. അദ്ദേഹം ഇത് തന്നെ. അപ്പോൾ കാലത്ത് പൂജ കഴിയുമ്പോൾ കൃഷ്ണൻ വന്നത് കൃഷ്ണനോട് സംസാരിച്ചതൊക്കെ ഇന്ന് പറയും. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇങ്ങനെ കളി തുടങ്ങി വീണ്ടും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പ്രായമായി. അപ്പോൾ ഇദ്ദേഹത്തിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷെ അന്ന് അവിടെ വീട്ടിലൊക്കെ സഹായിക്കാൻ ഒരു സ്ത്രീ പൂന്താനത്തിൻ്റെ ഭക്തി കണ്ടിട്ട് ഞാൻ പൂവത്ത് തരട്ടെ തമ്പുരാനെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നേതൃത്വത്തിനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ പൂജയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും സഹായിച്ചിരുന്നത് ആ സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയോട് പറയും, ഇന്ന് കണ്ണം വന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, ഇന്നത്തെ നേതൃത്വത്തിന് അങ്ങനെയായിരുന്നു, ഇതൊക്കെ പറയുമായിരുന്നു. അങ്ങനെ പ്രായമായി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും വിധിച്ചു ഇദ്ദേഹത്തിന് ചിഹ്നനാണ്. ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസി, ഞാൻ ചിഹ്നം നോക്കും. ഈ കുത്തുവാക്കുകളെല്ലാം കഴിഞ്ഞപ്പോൾ പൂന്താനത്തിന് തോന്നി, എൻ്റെ ഭഗവാനെ എന്നെ ഈ കർമ്മപാശത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞു. കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, കാര്യം ചെയ്യും, നാളെ ഞാൻ വരാം, എൻ്റെ കൂടെ പോരുന്നോ? തീർച്ചയായും ഭഗവാനെ, ഞാൻ ഭഗവാന്റെ കൂടെ പോരുന്നു. അന്ന് നാളെ രാവിലെ തയ്യാറായി നോക്കും. എപ്പോൾ?
വ്യതിരേക പൂജ കഴിയുമ്പോൾ ഞാൻ വരും. അങ്ങനെ ആ സഹായിക്കുന്ന സ്ത്രീ ചോദിച്ചു, എന്താണ് ഭഗവാനെ, നാളെ ഭഗവാൻ വരും. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരു നല്ലൊരു ഫോൺ കോൾ വന്നാൽ, സന്തോഷമുള്ള ഫോൺ കോൾ വന്നാൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, തുള്ളിച്ചാടും, അവരുടെ ബഹളം ഉണ്ടാക്കും അല്ലേ. അതുപോലെ പൂന്താനം ബഹളം ഉണ്ടാക്കി, നാളെ ഭഗവാൻ വരുന്നു, ഭഗവാൻ വരുന്നു. ആരും ഇത്രയും നാളും നെല്ലിക്കത്തോളം വെച്ചാൽ മതി, നിന്റെ കൂട്ടിയുണ്ട് എന്നാ പറഞ്ഞു. അപ്പോ ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ ആരും ഇദ്ദേഹം പറഞ്ഞൊന്നും മൈൻഡ് ചെയ്യണ്ടായി, അത് ശ്രദ്ധിക്കേണ്ടായി. പക്ഷേ ഈ സഹായിച്ചിരുന്ന സ്ത്രീ മാത്രം പറഞ്ഞു, എല്ലാം വിശദമായിട്ട് ചോദിച്ചു, എപ്പോഴാണ് വരുന്നത് എന്നാണ് കാലം. അപ്പോൾ അവർ പൂജയ്ക്ക് പ്രത്യേകമായ സജ്ജീകരണമാണ്, ധാരാളം പൂക്കള്, ധാരാളം നിവേദ്യത്തിന് അങ്ങനെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവർ ബാക്കിയുള്ള പണികൾ തീർക്കാന്ന് വെച്ചിട്ട് അവർ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇരിക്കണം. അപ്പോൾ ഇതിലേക്ക് പൂജ കഴിഞ്ഞ സമയത്ത് പൂന്താനം ചാടി പുറത്തിറങ്ങി, ചെറുകടി ശബ്ദം കേൾക്കുന്നു, ഗരുഡൻ വരുന്നുണ്ട്, എൻ്റെ കൂടെ ആരെയും വരുന്നുണ്ടോ, വരൂ നമുക്ക് ഭഗവാനോടെ പോകാം. ഏതോ നമുക്ക് ദുർധന്യാവസ്ഥയിലെത്തി, ഇങ്ങനെ നിർത്തിയില്ല എന്ന് പറഞ്ഞു. അവരത് കാരണം നേരാണ് കൂടി. പക്ഷേ ഭാര്യ അവിടെ നിന്ന് ഈ ചീത്ത പറഞ്ഞ ഒച്ച കേട്ടപ്പോൾ ഈ സ്ത്രീ, സഹായിക്കുന്ന സ്ത്രീ അപ്പുറത്തുനിന്ന് ഓടി വന്നു. അവർ വിചാരിച്ചു നിൽക്കുമായിരുന്നു. അവർ ചൂലാടിയിട്ട് കയ്യെ കഴുകി ഓടി വന്നിട്ട് പറഞ്ഞു, എന്താണ് തമ്പുരാനെ, ഭഗവാൻ വരുന്നു, വേഗം എന്ന് പറഞ്ഞു. ഭഗവാൻ ഗരുഡമായിട്ടാണ് വന്നത്. ഭഗവാൻ വന്ന് പൂന്താനത്തിനെ കൈ പിടിച്ച് രഥത്തിലേക്ക് കയറ്റി. അപ്പോൾ ഞാനും വരുന്നുണ്ട് തമ്പുരാനെ എന്ന് പറഞ്ഞ് ഈ സ്ത്രീയും അതിനകത്തേക്ക് കയറി എന്നാണ് പറഞ്ഞത്. എന്തോ ഒരു ശബ്ദം കേട്ട് വീട്ടുകാരോട് പുറത്തു വരുമ്പോൾ കാണുന്നത് ചലനമറ്റ് കിടക്കുന്ന ഈ സഹായിക്കുന്ന സ്ത്രീയാണ്. പൂന്താനത്തിന് പിന്നെ ആരും കണ്ടിട്ടില്ല. പൂന്താനം അങ്ങനെ ഉടലോടെ സ്വർഗത്തിൽ ഭഗവാനോടുള്ള നിഷ്കാമ ഭക്തി, അതിനുടമസ്ഥനായിരുന്നു പൂന്താനം. മൈൻഡ്ഫുള്ളായിട്ട് പൂർണ്ണ മനസ്സോടെയാണ് സമർപ്പിച്ചിരുന്നത്. സ്ത്രീകൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സമർപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്തി സമർപ്പിച്ചത്. അദ്ദേഹം ആ കഥനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും, അത്രയും വിഷമത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോഴും അദ്ദേഹം തന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് കിട്ടുന്ന പാഠം. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, കർമ്മപാശത്തെ ഇനി എന്നിൽ നിന്ന് ബന്ധിപ്പിക്കരുത്, എനിക്ക് മോക്ഷം തരണമെന്നാണ് പറഞ്ഞത്. അതാണ് ജ്ഞാനപ്പാനയുടെ തത്വം. ഇതാണ് പൂന്താനത്തിൻ്റെ കഥ. ജ്ഞാനപ്പാനയിലേക്ക് വരാം. ജ്ഞാനപ്പാന ഞാൻ പറഞ്ഞു, പാന എന്നുള്ളത് ഒരു ഭദ്രകാളി സമ്പ്രദായത്തിലെ രീതിയാണ്. പക്ഷേ പൂന്താനം എഴുതിയ കാവ്യങ്ങളൊക്കെ അങ്ങനെയാണ്. സന്താനഗോപാലം പാനയാണ്. അപ്പോൾ ഈ രണ്ടു പോലെ പാടാനായിരിക്കും പക്ഷേ. അപ്പോൾ പൂന്താനം കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടാണ് ജ്ഞാനപ്പാന തുടങ്ങുന്നത്. അതിൻ്റെ അടുത്ത വരിയിൽ ഗുരുനാഥനെ വണങ്ങിക്കൊണ്ടാണ് തുടങ്ങുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഗുരുത്വം. ഏതൊരുത്തിനും ഗുരുനാഥനെയാണ് ആദ്യം വന്ദിക്കേണ്ടത്. ഹിന്ദിയിലെ കബീർദാസിൻ്റെ ഒരു പ്രശസ്തമായ ഒരു ദോഹയുണ്ട്. ദോഹ എന്ന് വെച്ചാൽ ഈരടി. ഗുരു ഗോവിന്ദ ദോ ഘടേ കാകു കിസ്കാ പായ്. അതാരുടെ കാല് ഞാൻ ആദ്യം പിടിക്കണമെന്നാണ് ചോദിക്കുന്നത്. ഗുരുവും ഗോവിന്ദനും ഒന്നിച്ച് മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഞാൻ ആരുടെ കാലാണ് ആദ്യം വന്നിക്കേണ്ടത്? അപ്പോൾ കബീർദാസ് പറയുകയാണ്, തീർച്ചയായിട്ടും ഗുരുവിൻ്റെ പാദം. എന്തുകൊണ്ടാണ്? ഗുരുവാണ് നിനക്ക് ആരാണ് ഭഗവാൻ എന്ന് പറഞ്ഞതെന്നത്, ഭഗവാന്റെ മഹാത്മ്യം എന്താണെന്ന് പറഞ്ഞതെന്നത് ഗുരുവാണ്. അതുകൊണ്ട് നീ ഗുരുവിനെയാണ്. അതറിയില്ലാതെ നിനക്കറിയോ ദൈവം എന്താണെന്നോ ഭഗവാൻ എന്താണെന്നോ അതിന് പ്രാധാന്യം നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഗുരുവിനെയാണ് തിരിച്ചറിയുന്നത്. അപ്പം ഗുരുത്വമുള്ള ഒരാൾക്ക് ഗുരുനാഥനെ വന്ദിച്ച് തുടങ്ങാൻ പറ്റുള്ളൂ. എന്താണ് ഗുരു എന്നാൽ? ഗു എന്നാൽ ഇട്ട്, ഗുരു എന്നാൽ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ്, അത് നീക്കിക്കളയുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റിക്കളയുന്നതാണ് ആരോ, അതാണ് ഗുരു. അപ്പോൾ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല. നിങ്ങൾ കാണുന്ന ഒരു ശബനമാകാം, നിങ്ങൾ വായിക്കുന്ന ഒരു സന്ദേശമാകാം, നിങ്ങളുടെ ഒരു അനുഭവമാകാം, ഒരു കൊച്ചുകുട്ടിയാവാം. അതാണ് ഗുരു. നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളെല്ലാവരിൽ നിന്നും പഠിക്കണം. അല്ലാണ്ട് ഞാൻ ഇന്നാളിൽ നിന്ന് മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് പറയും. നമ്മളുടെ ജീവിതാനുഭവങ്ങളെല്ലാം ഇങ്ങനെ പഠിക്കാനുള്ളതാണ്. അതെല്ലാം ഗുരുസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം. എപ്പോഴും ഗുരുനാഥൻ തുണ ചെയ്യണം. തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതിരിക്കണം. എന്തിനാണ് തുണ ചെയ്യുന്നത്? ഗുരുനാഥൻ തുണ ചെയ്യേണ്ടത് എൻ്റെ നാവിൽ നിന്ന് തിരുനാമങ്ങൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ പിരിയാതിരിക്കണം. എന്തിനാണ്? നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. 1925 തോന്നുന്നു ജ്ഞാനപ്പാന റെക്കോർഡാക്കിയിട്ട് ഗുരുവായൂർ ദിവസം ടിവിയിലേക്കൊണ്ട് പാടിച്ചത്. അത് ഉത്തരവാദിത്തം ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. ദക്ഷിണാമൂർത്തി സ്വാമി അത് രാഗത്തെ ചിട്ടപ്പെടുത്തിയിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഇത്രയും നാളും എൻ്റെ സംശയമായിരുന്നു, ഈ ഒരു വരിയിൽ ഗുരുനാഥൻ തുണജൈക സന്തതം തിരുനാമങ്ങൾ ആകുമ്പോൾ എപ്പോഴും പിരിയാതിരിക്കണം. നമ്മുടെ നരജന്മം സഫലമാക്കിയില്ല. എന്ത് പിരിയാതിരിക്കണം? ഭക്തി നാമങ്ങൾ പിരിയാതിരിക്കണം. അതാ ഒരു കോമേറ്റിൻ്റെ കുഴപ്പമാകാം, അല്ലെങ്കിൽ രാഗത്തിനുള്ളിൽ കുളിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടായൊരു അബദ്ധമാവാം. തിരുനാമങ്ങൾ നാവിന്മയിൽ എപ്പോഴും പിരിയാതിരിക്കണം.
നമ്മുടെ നരജന്മം സഫലമാക്കിയിടുക. പിന്നെ പൂന്താനം ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ജ്ഞാനപ്പാനയിൽ പാന എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഒരു ഈണത്തിൽ പാടാവുന്ന, ഒരു രാഗത്തിൽ പാടുന്ന ഒരു ടെമ്പോ എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ ഉള്ളത്. പാന ഞാൻ പറഞ്ഞ ഭദ്രകാളി സമ്പ്രദായത്തിലുള്ളതാണ്. പക്ഷെ അതല്ല ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അനുമാനിക്കാം. അപ്പം എന്താണ് ജ്ഞാനം? ജ്ഞാനപ്പാന എന്നാണല്ലോ. ജ്ഞാനം എന്താണെന്ന് അറിയണമെങ്കിൽ അജ്ഞാനം എന്താണെന്ന് അറിയണം. എന്താണ് അജ്ഞാനം? ഈ ദേഹമാണ് ഞാനെന്നുള്ള വിചാരമാണ് അജ്ഞാനം. അപ്പോൾ ഞാൻ ഈ ദേഹമല്ലേ? അല്ല. പിന്നെ ഞാനാണ്. ഇതാണ് വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നത് ഉചിതം എന്ന് പറയുന്നത്. നമ്മൾ അത് പറയുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കും നമുക്ക് ചുറ്റും കാണുന്ന ആൾക്കാർ അങ്ങനെയാണല്ലോ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിൽ അവർ വിദ്വാനാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. അതും ഉദ്ദേശിച്ചിട്ടുണ്ട്. സമകാലിക പ്രസക്തി അതിനാണ്. എങ്കിലും അദ്ദേഹം ഉള്ളിലേക്ക് ചൂണ്ട ഡീപ്പായിട്ട് പോയാൽ, അതിൻ്റെ ആഴത്തിലേക്ക് പോയാൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇതാണ് എൻ്റെ തത്വം. ഞാൻ ആരാണെന്ന് അറിയാതെ നീ ജീവിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ ഞാൻ എന്താണ്? ഞാൻ ആരാണെന്ന് അറിയുന്നതാണ് ഞാൻ. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ പറയാം ഞാൻ ആരാണ്. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചോദ്യമാണ്. ഞാൻ ഒരുപാട് സത്സംഗത്തിനും ഭാഗവതത്തിലൊക്കെ പോയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ആർക്കും ഇതും അതിൽ മനസ്സിലാവാറുണ്ടായിരുന്നില്ല. ചിലപ്പോൾ എൻ്റെ ബുദ്ധിയുടെ ലെവലൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ കഴിഞ്ഞ വൃശ്ചികത്തിൽ എനിക്കതിനൊരു ഭാഗ്യം ഉണ്ടായി. അത് എനിക്ക് മനസ്സിലായ പോലെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ ഏകാഗ്രത, നിങ്ങൾക്ക് ഏകാഗ്രതയോടെ എത്ര നേരം ഇരിക്കാൻ പറ്റുന്നുള്ളതിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമായിരിക്കാം. ഞാൻ ആരാണ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണത്. നിങ്ങൾ നാളെ പ്രഭാതത്തിൽ ചെയ്താൽ മതി. ഇനി ഇപ്പോൾ ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഏകാഗ്രതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് സക്സസ് ആകാൻ പറ്റും. നീണ്ടു നിവർന്ന് നിങ്ങളൊരു ഷീറ്റോ പായോ എന്തെങ്കിലും വെച്ച് നീണ്ടു നിവർന്ന് കിടക്കുക. നിങ്ങൾ ശ്വാസോച്ഛ്വാസത്തിനെ ശ്രദ്ധിക്കുക. വളരെ റിലാക്സ്ഡായിട്ട് കിടക്കുക. നിങ്ങളുടെ വലത് കാലത്ത് കാണുക, ഇടത് കാലത്ത് കാണുക, വലത് കൈന്ന് കാണുക, ഇടത് കൈന്ന് കാണുക. നിങ്ങളുടെ ശരീരം ഒന്ന് കാണുക, ശിരസ്സൊന്ന് കാണുക. കണ്ണടച്ച് തന്നെ ചെയ്യുന്നത്. ശ്വാസോച്ഛ്വാസത്തിലൂടെ ഏകാഗ്രത വരുത്തിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നും കാണാൻ പറ്റും. കണ്ണടച്ചിട്ട് ചെയ്യാം. പിന്നെ മാറി നിന്ന് നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് കാണുക. നിങ്ങളുടെ ഏകാഗ്രത പവർ അനുസരിച്ച് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ആ കിടക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് മാറി നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കിടക്കുന്നതാരാ? അത് ഞാനെന്ന് പറഞ്ഞാൽ കാണുന്നതാരാ? അതാണ് സാക്ഷി ചൈതന്യം. നിങ്ങളിലും എന്നിലും ഈ മഞ്ചരിയിലും തുടിക്കുന്ന ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതിനെ തിരിച്ചറിയുന്നതാണ് ഞാൻ എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ശരീരമല്ല. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ രക്തവും മലവും മൂത്രവും നിറഞ്ഞ ഈ സഞ്ചിയല്ല നമ്മൾ. ഞാൻ എന്ന് പറയുന്നത് അതല്ല. ഞാൻ എന്ന് പറയുന്നത് ആ ചൈതന്യമാണ്. അതിനെ നിങ്ങൾക്ക് ആത്മാവെന്ന് വിളിക്കാം, ബ്രഹ്മം എന്ന് പറയാം, ഇനി ബോധം എന്ന് പറയാം, ഉരണ്ട ബോധം എന്ന് പറയാം. എന്ത് പേര് ചൊല്ലി വിളിച്ചാലും അതാണ് ഞാൻ. നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരു അവയവമാണ് മനസ്സ്. പക്ഷെ ഉറങ്ങുമ്പോൾ മനസ്സോടെ പോകും, മനസ്സില്ല. ഇതാണ് പറഞ്ഞത്. ആത്മാവ് എന്ന ആ ആത്മാതത്വത്തെ നമ്മൾ തിരിച്ചറിയുന്ന ഘട്ടമാണ് നമ്മളുടെ ജ്ഞാനം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നു, വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ഈ ദേഹം ഒരിടത്ത്. ഗീതയിൽ പറയുന്നു, വസ്ത്രം മുഷിഞ്ഞ വസ്ത്രം മാറുന്ന പോലെ ആത്മാവ് ശരീരത്തെ മാറുന്നു. ആത്മാവിനെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ മാറി നിന്ന് കണ്ട ആ സാക്ഷി ചൈതന്യം, അതാണ് ആത്മാവ്. എപ്രകാരമാണോ സൂര്യൻ എല്ലാ വസ്തുക്കളിലും പ്രതിഫലിക്കുന്നത്, നിങ്ങൾ ഒരു കോടി പാത്രത്തിൽ വെള്ളം വെച്ചാൽ ആ പാത്രത്തിലൊക്കെ സൂര്യനെ കാണാം. എപ്രകാരമാണോ അത് പ്രതിഫലിക്കുന്നത്, അതുപോലെ തന്നെയാണ് ആത്മചൈതന്യം. ഒരേ ഒരു ബ്രഹ്മ ചൈതന്യം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ചൈതന്യം. ആ ചൈതന്യമാണ് നിങ്ങളിലും എന്നിലും, ഈ കല്ലിലും പുല്ലിലും ഈ മണ്ണിലും പ്രതിഫലിക്കുന്നത്. അതാണ് ആത്മാവ്. ആത്മാവിന് ജനനമില്ല, മരണമില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിപ്പോകും. നയനം ചിന്തതി ശസ്ത്രാണി നയനം ലഹരി പാവലഹ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ദുരന്തമുഖത്ത് നിന്നപ്പോഴാണ് പൂന്താന ജ്ഞാനപ്പാന എഴുതിയെങ്കിൽ കർമ്മരംഗത്ത് പകച്ചു നിന്നപ്പോഴാണ് ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്തത്. രണ്ടിൻ്റെ തത്വം ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഏത് വേദം എടുത്താലും ഏത് ഉപനിഷത്തെടുത്താലും ഇനി പുരാണം എടുത്താലും ഭഗവത്ഗീത എടുത്താലും അതിൻ്റെ എസൻസ് ലാസ്റ്റ് പറയുന്നത് ഇതാണ്. അന്തിമമായി നമ്മൾ എത്തുന്ന ഈ മേഖല എന്താണ്? ഞാൻ ആരാണ്? ഈ ശരീരമല്ല ഞാൻ. അത് തിരിച്ചറിയുന്നതാണ് ഞാൻ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരം കേവലം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അവതാരമെടുത്തപ്പോൾ നിങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ ഉള്ള ഒരു രൂപം മാത്രമാണ്. അപ്പോൾ ആത്മാവ്
എങ്ങനെയാണ് മനുഷ്യജന്മം എടുക്കുന്നത് എന്നാണ് പിന്നെ പറയുന്നത്. അതാണ് ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിൽ നമ്മളുണ്ടായിരുന്നു. എന്തായിട്ട്? പുല്ലായിട്ട്, കല്ലായിട്ട്, അജമായിട്ട്, ഗജമായിട്ട്, കൃമിയായിട്ട്, നാരി ഊരിയായി ജനിച്ചു ഇല്ലേ? പലതരത്തിലാണ് ജനിച്ചത്. അങ്ങനെ ചെയ്ത ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് മനുഷ്യജന്മം കിട്ടി. ഈ മനുഷ്യജന്മത്തിൽ മാത്രമാണ് നമുക്ക് മോക്ഷം കിട്ടാനുള്ള ഒരു പ്രാപ്തിയുള്ളത്. മറ്റ് ഒരു ജീവികൾക്കും സാധിക്കാത്ത കാര്യം. കാരണം മനുഷ്യന് മാത്രമാണ് ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ളത്, മനുഷ്യന് മാത്രമാണ് സംസാരിക്കാൻ പറ്റുന്നത്, ചിന്തിക്കാൻ പറ്റുന്നത്, ബുദ്ധിയുള്ളത്. ഇത്രയും ബുദ്ധിയുള്ളത് എല്ലാ ജീവികൾക്കും ബുദ്ധിയുണ്ട്. ഉദാഹരണം വീണ്ടും പറയുന്നു, ശരി മനുഷ്യനായി ജനിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടാം, സമ്മതിച്ചു. പിന്നെന്തൊക്കെ വേണം? അദ്ദേഹം പറയുന്നു 14 ലോകങ്ങളുണ്ട്. ഏതൊക്കെയാണ് 14 ലോകം? സ്വർഗം, നരകം, സുതലം, ബലം, പിന്നെ പാതാളം, ഭൂമി, അങ്ങനെ ഉണ്ട്. 14 ഉണ്ട്. ഈ 14 ലോകങ്ങളിൽ ഏറ്റവും മികച്ചത് ഈ ഭൂമിയാണെന്ന് പറഞ്ഞാലും ഈ ഭൂമിയിൽ ജനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷത്തിനായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദേവലോകത്തിൽ ഇരിക്കുന്നവർ വരെ ഭൂമിയിൽ വരുന്നു. അതിനാണ് അവതാരങ്ങളും പലതുണ്ടല്ലോ എന്ന് പറയുന്നത്. അവതാരം എന്ന് വെച്ചാൽ എന്താണ്? താരം, നക്ഷത്രം, നക്ഷത്ര സമൂഹത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, അവതരിച്ചവൻ. അതനുസരിച്ച് എന്തിനാണ്? അത് മോക്ഷപ്രാപ്തിക്കായിട്ടാണ്. അപ്പോൾ ഈ 14 ലോകങ്ങളിൽ ഭൂമിയാണ് ഏറ്റവും നല്ലത്. ഈ ഭൂമിയിൽ ലവണാമ്പുതി മധ്യേ വിളങ്ങുന്നു ജംബുദ്വീപ് ഒരു യോജന ലക്ഷവും. 500 കൊല്ലം മുമ്പ് എഴുതിയ ദിവസമാണ്. ഈ ഭൂമിയിലെ ലവണാമ്പുതി എന്ന് വെച്ചാൽ ഉപ്പുവെള്ളം ഉള്ള കടല്, സാഗരത്തിന് നടുക്ക് തിളങ്ങുന്നു. എന്ത്? 1,00,000 യോജന വിസ്തൃതമുള്ള ജംബുദ്വീപ്, അതായത് ഈഷ്യ എന്ന കോണ്ടിനെന്റ്. സപ്തദ്വീപുകൾ ഉണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജംബുദ്വീപ് എന്ന് പറയുന്നു. 500 വർഷം മുമ്പ് ഞാൻ പഠിച്ചത് 4ാം ക്ലാസ്സിലാണ്. 7 കോണ്ടിനെന്റ് ഉണ്ട്. ഇത് 500 വർഷം മുമ്പ് പൂന്താനം എഴുതി വെച്ചിട്ടുണ്ട്. 7 വൻകരകളുണ്ട്. അതിലേറ്റവും നല്ലത് ജംബുദ്വീപ്. അതിൽ ഏറ്റവും നല്ല പ്രദേശം ഭാരതം. ഭാരതം ഈ പ്രദേശവും അല്ലയോ? ഈ ഭാരതത്തിനെ പിന്നെ 9 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് 28 സ്റ്റേറ്റ് ഉണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അന്ന് 9 ഖണ്ഡങ്ങളായിരുന്നു. ആ 9 ഖണ്ഡങ്ങളിൽ ഏറ്റവും നല്ലത് ഏത്? ഈ ഭാർഗവഭൂമി, കർമ്മഭൂമി, ഭാർഗവരാമൻ സൃഷ്ടിച്ച ഈ കേരള ഭൂമി. അപ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണെന്ന് ആലോചിച്ചുകൊണ്ട് 14 ലോകങ്ങളിൽ ഭൂമി, ആ ഭൂമിയിലാണ് നമ്മൾ ജനിച്ചത്. 7 വൻകരകളിൽ ജംബുദ്വീപ്, ഏഷ്യ ഏറ്റവും ബെസ്റ്റ്, നമ്മളവിടെയാണുള്ളത്. അതിലേറ്റവും നല്ലത് ഭാരതം, അവിടെയാണ് നമ്മളുള്ളത്. അതിലും ഒരു 9 ഖണ്ഡത്തിലെ ഏറ്റവും നല്ല ഖണ്ഡം കർമ്മഭൂമി, ഭാർഗവരാമൻ്റെ ഭൂമി. ആ ഭൂമിയിലാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. പിന്നെയോ യുഗം 4ലും നല്ലു കലിയുഗം. ഈ 4 യുഗത്തിലും ഏറ്റവും നല്ലത് കലിയുഗമാണ്. എന്തുകൊണ്ടാണ്? ദ്വാപരയുഗത്തിലെ നിയമങ്ങളായിരുന്നില്ല ത്രേതായുഗത്തിൽ, അതല്ലല്ലോ കലിയുഗത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് കിട്ടും നിനക്ക് മോക്ഷം. ത്രേതായുഗത്തിലെ യാഗങ്ങൾ നടത്തണമായിരുന്നു മോക്ഷം കിട്ടാൻ. ദ്വാപരയുഗത്തിലും കൃഷ്ണൻ പഠിപ്പിച്ചത് വേറെയാണ്, രാമൻ്റെ നിയമമല്ല കൃഷ്ണൻ്റെ നിയമം. അപ്പോൾ ഈ കലിയുഗത്തിൽ നാമം ചൊല്ലിയാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അതാണ് ജ്ഞാനപ്പാനന്റെ തത്വം. നിങ്ങൾ വസിക്കുന്നത് ഭൂമിയിലാണ്. 14 ലോകത്തിൽ ഏറ്റവും നല്ല സ്ഥലമായ ഭൂമിയിൽ, സ്വർഗത്തിലുള്ളവർക്ക് വരെ ഇവിടെ വരണം. അപ്പോൾ ഭൂമിയിലാണ് നമ്മളതിൽ ഏറ്റവും വലിയ വൻകരയായ ജംബുദ്വീപായ ഇവിടെയാണ്, ഭാരതഭൂമിയിലാണ്, ഈ കർമ്മഭൂമിയായ ഭാർഗവഭൂമിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇനി എന്ത് വേണം? ഈ കലിയുഗം കൂടിയാണ്. മനുഷ്യനായിട്ടുള്ള ജന്മവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെന്നൈ കീർത്തിച്ചിടുക തിരുനാമം, നിങ്ങൾ നാമം ചൊല്ലൂ, നിങ്ങൾക്ക് മോക്ഷം കിട്ടും. നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അത് ബ്രഹ്മാവാദിയായി ഈച്ച ഇടുമ്പോളം കർമ്മബദ്ധരെന്ന് പറഞ്ഞാലും ബ്രഹ്മാവിൽ തുടങ്ങുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, അങ്ങനെ ദേവതകൾ തുടങ്ങുന്ന താഴത്തേക്ക് ഇങ്ങനത്തത് ഈച്ച ഇടുമ്പോളം എല്ലാവരും കർമ്മബദ്ധരാണ്. അതാണ് ഉദാഹരണം പറയുന്ന തത്വം. ഗീതയും ബഹുമാനിച്ചിരുന്നു എഴുതുന്നത് ഇത് തന്നെയാണ്. ഗീതയിലും പറയുന്നത് ഇത് തന്നെയാണ്. ഉപനിഷത്തുകളും പറയുന്നതാണ്. വേദവും ബഹുമാനിച്ചു കൊള്ളുന്നു, വാദരായണം താനും അരുൾ ചെയ്യുന്നു. ഉദാഹരണം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളെല്ലാം നരന്മാരല്ലയോ? കാലം ഇന്ന് കലിയുഗമല്ലയോ? കീർത്തിച്ചിടുക തിരുനാമം. അതൊന്ന് കാണാത്തപ്പം ഉദാഹരണം ചോദിക്കുകയാണ്, നരകങ്ങളിൽ ഭയങ്ങളില്ലാതെ ആയോ എന്ന് ഒരു വലിയ ചോദിക്കുന്നുണ്ട്. അത്
ശരിക്കും സമകാലികമായി നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടല്ലേ ഈ ആഴ്ചയിൽ നമ്മൾ ഓരോ വാർത്തകളുടെ നരകത്തിൽ ഭയമില്ലാണ്ടായി ജനങ്ങൾക്ക്. അല്ല, ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ശരിയല്ലേ? 300-500 മുമ്പ് എഴുതി വെച്ചതാണ്. അപ്പോൾ നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. ഏറ്റവും നല്ല കർമ്മഭൂമിയായി ഭാർഗവഭൂമിയാണ് ജീവിക്കുന്നത്. നമ്മൾ മനുഷ്യജന്മമാണെടുത്തത്. ചെമ്മേ നിരൂപിപ്പിന് എല്ലാവരും അത് തന്നെയാണ് ശങ്കരാചാര്യൻ പറഞ്ഞത്. ഗോവിന്ദം ഭജ ഗോണ്ടപതയും ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ ഗോവിന്ദം. നാമം ജപിക്കാൻ അത് തന്നെ പൂന്താനം പറയാം. പൂന്താനം ലളിതമായ ഭാഷയിൽ പച്ചമലയാളത്തിൽ രചിച്ചിട്ടുള്ള. നിങ്ങൾ പൂന്താനത്തിന് ജ്ഞാനപ്പാനം ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ജ്ഞാനപ്പാനം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു ജ്ഞാനപ്പാനം വാങ്ങിക്കുക, ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പല അർത്ഥങ്ങളും ഇന്നത്തെ സമകാലീനമായിട്ട് വളരെ സർക്കാസ്റ്റിക്കായിട്ട് തോന്നും. ഒരു നമ്മത്തിൽ പൊടിഞ്ഞ പോലെയൊക്കെ തോന്നും. പലതും അങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി അന്തരാർത്ഥങ്ങളുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കാണുമ്പോൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അറിയാവുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ചോദിച്ചിട്ടാണെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു ജ്ഞാനപ്പാന കയ്യിൽ വേണം. നിങ്ങൾ പറ്റുമ്പോഴൊക്കെ വായിക്കണം. ഇനി ജ്ഞാനപ്പാന കയ്യിൽ ഇല്ലെങ്കിലും വേണ്ട. നിങ്ങളുടെ എല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്. യൂട്യൂബിൽ ജ്ഞാനപ്പാന കിട്ടും. മറ്റൊരു പീരിയിലെ പാടിയത് തന്നെ കേൾക്കുക. ഭക്തി പ്രസവം നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റും. ഒരുപാട് പേര് പാടിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ചെറുപ്പം മുതൽ കേട്ടത് അതായതുകൊണ്ടാണോന്ന് അറിയില്ല. എനിക്കതാണ് ഏറ്റവും താല്പര്യം. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദപ്പെട്ടാണ് എനിക്ക് പീരിയിലെ ശബ്ദം തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ആസ്വദിക്കാൻ പറ്റും. ആ ഒരു ഭക്തിയുടെ തലത്തിലേക്ക് വരാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലൊരു ജ്ഞാനപ്പാന വേണം. ജോലി എടുക്കുന്നവരുടെ കയ്യിലൊരു ജ്ഞാനപ്പാന വേണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓരോ ദിവസവും നമ്മൾ പോകുന്നത് അത്രയേറെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം. അത്രയേറെ പ്രഷറുള്ള ഒരവസ്ഥയിൽ കൂടി ആയിരിക്കാം. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അന്ന് എനിക്ക് ആശ്വാസം തന്നെ വരികയാണത്, കൃപ കൂടാതെ പീഡിപ്പിച്ചിരുന്ന നിർവഞ്ചത്ത് കൃമിയായി പിറക്കുന്നു. കർമ്മഫലം അനുഭവിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ ജോലി കൃത്യമായിട്ട് ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ വേറെ ദിവസം വിളിച്ചിട്ട് നമ്മൾ വെറുതെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വരി കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അതിൻ്റെ ഞാനിപ്പോൾ കണ്ടു കഴിഞ്ഞത് എന്നെ ഉപദ്രവിച്ച ആളെന്ന് ഒന്നുമല്ലാതെ കൃമിയെപ്പോലെ തന്നെ ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ആരെയും അതായത് കൃപ കൂടാതെ പീഡിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ആളാണ്. നിർഭൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഏതൊക്കെ വരെയും പോകാം, ധർമ്മത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട്. ഇത് അധികാരം കൈ കിട്ടിയപ്പോൾ അതിൻ്റെ മത്ത് വിളിച്ചിട്ട് ചുമ്മാ ഒരാളെ ഉപദ്രവിക്കാൻ ചെല്ലരുത്. അപ്പോൾ എവിടെയാണെങ്കിലും, അത് ധർമ്മക്ഷേത്രത്തിലാണെങ്കിലും ഈ ഗ്രഹാന്തരീക്ഷത്തിലാണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ജ്ഞാനപ്പാനടുത്ത് വായിക്കൂ. നിങ്ങൾക്ക് ഉള്ളിൽ ഒരു വെളിച്ചം കിട്ടും, ഒരു ആശ്വാസം കിട്ടും, ഒരു വഴി കിട്ടും. നമ്മുടെ മനസ്സിന് ഒരു ധൈര്യം കിട്ടും. ജ്ഞാനപ്പാന കയ്യിൽ വയ്ക്കുക, വായിക്കുക, കേൾക്കുക. അതുതന്നെയാണ് അവസാനം പൂന്താനം പറയുന്നത്. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്ന് മാത്രം ഒരിക്കലൊരു ദിനം, ഒരെണ്ണമെങ്കിലും ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴോ അങ്ങനെ അസ്വസ്ഥനായിരിക്കുമ്പോഴായിക്കോട്ടെ, മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും ആരെങ്കിലും കളിയാക്കാൻ വേണ്ടി പറഞ്ഞാലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ പേര് ഭഗവാന്മാരുടെ പേരാകുമെന്ന് നമുക്ക് കളിയാക്കി പറയാം. അങ്ങനെ പറഞ്ഞാലും നീ അതല്ല, ഭഗവാനെ ഒരു നിമിഷം ചിന്തിച്ചാലും മതി. നീ അതല്ല, ആരെങ്കിലും പറഞ്ഞു കേട്ടാലും മതി. ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി എന്നാണ് കൂട്ടുകാരൻ പറഞ്ഞത്. അപ്പോൾ തിരുനാമം കീർത്തിച്ചാൽ എത്രയേറെ പുണ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്ന ഒരു കാവ്യമാണ് ജ്ഞാനപ്പാന. അപ്പോൾ ജ്ഞാനപ്പാനയുടെ സാരവും പൂന്താനത്തിൻ്റെ കഥയും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മതിയുണ്ടെങ്കിലൊക്കെ മതി ഇതും തിരുനാമത്തിൻ മഹാത്മ്യമാണത്. കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ എൻ്റെ എളിയ പ്രഭാഷണം ചങ്ങനാട്ടമ്മയുടെ മുമ്പിൽ ഗുരുവായൂരപ്പ ഞാൻ സമർപ്പിച്ചത് എല്ലാവർക്കും ചങ്ങനാട്ടമ്മ ശരണം. അശ്വതി മഹോത്സവ ദിനമായ ഇന്ന്